പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്ത്യാനികളും ശ്രദ്ധിച്ച് കേൾക്കേണ്ട മനോഹരമായ ഒരു വാർത്തയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് പോകരുത് പ്ലീസ്. കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. ഈ 941 പഞ്ചായത്തുകളിൽ ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കേണ്ടത് ഡിസംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച 10 മണിക്കാണ്. കേരളത്തിൽ എല്ലായിടത്തും ഒറ്റ ദിവസം ഞായറാഴ്ച, നമ്മൾ പറയുന്ന സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന, ക്രൈസ്തവർ ന്യൂനപക്ഷം കൂടുതലുള്ള കേരളത്തിൽ ഞായറാഴ്ച ദിവസം പരിശുദ്ധമായിട്ട് ആഘോഷിക്കുന്ന ആ പരിശുദ്ധ ദിവസമാണ് പഞ്ചായത്ത് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുവാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഡേറ്റ്. കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ആ ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച 10 മണിയോടുകൂടി കേരളത്തിൽ എല്ലായിടത്തും അധികാരത്തിൽ സ്ഥാനമേറ്റെടുത്തപ്പോൾ അതിൽ ഒരു മെമ്പർ മാത്രം അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്തില്ല. ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി മാത്രം മെമ്പർ സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്ത് അത് ഏറ്റെടുത്തില്ല. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്ന് ഞായറാഴ്ച ദിവസമാണ്, എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്ത നിലപാടാണത്. ഞായറാഴ്ച പരിശുദ്ധ ദിവസമാണ്, അത് കർത്താവിന് വേണ്ടി, കർത്താവിനെ ആരാധിക്കാൻ മാറ്റിവെച്ച ദിവസമാണ്. അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെടുകയില്ല, പണ്ടേ ഞാൻ എടുത്ത നിലപാടാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കോട്ടയത്ത് വിജയപുരം പഞ്ചായത്തിൽ 8-ാം വാർഡിൽ നിന്ന് ജയിച്ച ബൈജു എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഇതിനു മുൻപ് 4-ാം പ്രാവശ്യമാണ് ജയിക്കുന്നത്. ഒരു പ്രാവശ്യം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റും മറ്റൊരു പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയുമായി മാറിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. വീണ്ടും 4-ാം പ്രാവശ്യവും അദ്ദേഹം സ്വതന്ത്രനായിട്ട് ജയിച്ചു. ഈ സമയത്താണ് പരിശുദ്ധ ഞായറാഴ്ച ദിവസം തന്നെ അത് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ പൊതുവായ ഓർഡർ ഉണ്ടായത്. അദ്ദേഹം അന്ന് ചെയ്യാതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. 31-നകം, അന്ന് ചെയ്യാൻ പറ്റാത്ത 14-ന് ചെയ്യാൻ പറ്റാത്തവർക്ക് 31-നകം മറ്റേതെങ്കിലും ദിവസം സത്യപ്രതിജ്ഞ ചെയ്താലും മതി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ദൈവാരാധനയിൽ പങ്കെടുത്ത് പരിശുദ്ധമായ ആ ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ച് മറ്റു നന്മ പ്രവർത്തികൾ ചെയ്ത് ചെലവഴിക്കുകയും മറ്റൊരു വർക്കിംഗ് ഡേയിൽ പഞ്ചായത്തിൽ പോയി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇത് നമുക്ക് വലിയ ഒരു മാതൃകയാണ്, നമുക്ക് അവലംബിക്കാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പല ഏജൻസികളും പല കാര്യങ്ങളും ഇന്ന് ഈ ഞായറാഴ്ച ആ ദിവസങ്ങൾ വെച്ച് ക്രൈസ്തവരുടെ ആരാധനയെ തടയുന്ന രീതിയിൽ ഇന്ന് ഇത് വർദ്ധിച്ചു വരികയാണ്. ക്രൈസ്തവ വിശ്വാസമുള്ള ആഴപ്പെട്ട ജീവൻ നയിക്കുന്നവര്, ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. ഇത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബൈജു ചെറുകോട്ടയിൽ. ഞാൻ കോട്ടയം ജില്ലയിലെ വിജയപുരം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ 5 തവണയായിട്ട് ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ ഞാൻ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു. ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് 13-ാം തീയതി, ഡിസംബർ മാസം 13-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത്. 14-ാം തീയതി ഞായറാഴ്ച അതിൻ്റെ സത്യപ്രതിജ്ഞയായിരുന്നു. കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും ആ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാവുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ഞാനാണ്. ഞാനന്ന് സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതിൻ്റെ കാരണമുണ്ട്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്. ബൈബിളാണ് എൻ്റെ ആധികാരികമായിരിക്കുന്ന മതഗ്രന്ഥം എന്ന് പറയുന്നത്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ 14-ാം തീയതി സത്യപ്രതിജ്ഞാ തീയതി ആണ് എന്നറിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ഞാൻ രേഖാമൂലം അറിയിച്ചിരുന്നു.
എനിക്കന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യമല്ല. കാരണം എൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഞായറാഴ്ച എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ബൈബിളിൽ എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റേതായിരിക്കുന്ന വിയോജിപ്പ് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വിയോജനക്കുറിച്ച് ഞാൻ അവരെ അറിയിച്ചത്. എന്നാൽ കേരളത്തിലെ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അത്തരമൊരു ദിവസം പ്രഖ്യാപിച്ചപ്പോൾ അത് സാധ്യമല്ല, അത് മാറ്റിവെക്കണമെന്ന് പറയാനായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വന്നില്ല. മതസംഘടനകൾ ആരും തന്നെ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് മാറ്റിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചില്ല. രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കുന്ന ഒരു കാര്യമാണ്. മതസംഘടനകൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാകാം. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ഓർപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ പഞ്ചായത്തുകൾ നിലവിൽ വന്ന 1953-ലാണ്. അപ്പോൾ 53-ലെ പഞ്ചായത്തിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 63 വരെ ഉണ്ടായിരുന്നു. അടുത്ത പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ 16 വർഷം നീണ്ടു നിന്നു. വീണ്ടും 9 വർഷം 8 വർഷമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഓരോ ഭരണസമിതിക്കും ഉണ്ടായിരുന്നു. എന്നാൽ 1994 ഏപ്രിൽ മാസം 23-ാം തീയതി പഞ്ചായത്ത് രാജ് ആക്ട് കേരളത്തിൽ നിലവിൽ വന്നു. അതിനുശേഷം ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലായി. ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇലക്ഷൻ വന്നതിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 1995-ലായിരുന്നു. ആ 95 സെപ്റ്റംബർ മാസമായിരുന്നു ഇലക്ഷൻ നടന്നത്. അടുത്ത ഇലക്ഷൻ 2000 സെപ്റ്റംബറിൽ, അടുത്ത 2005 സെപ്റ്റംബറിൽ. അതിനുശേഷം ഇലക്ഷൻ നവംബർ മാസമായി. 2020-ലെ ഇലക്ഷൻ വന്നത് ഡിസംബർ മാസമായിരുന്നു. 2025-ലെ ഇലക്ഷൻ നടന്നതും ഡിസംബർ മാസമായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ ആരംഭിച്ച ഇലക്ഷൻ 2025 വന്നപ്പോൾ അത് ഡിസംബറിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ മാസങ്ങളുടേതായിരിക്കുന്ന വ്യത്യാസം 95-ലെ ഇലക്ഷനും 2025-ലെ ഇലക്ഷനും തമ്മിലുണ്ടായി. അപ്പോൾ ദിവസം മാറാം, മാസങ്ങൾ മാറാം. അത് സാങ്കേതികമായിരിക്കുന്ന രീതിയിൽ അത് പരിഹരിക്കാനായിട്ടും പറ്റും. മാറ്റിവെക്കുന്നതിന് സാധ്യമായിരിക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷന് അതൊന്നും ആലോചിക്കാതെ, ആളുകളുടേതായിരിക്കുന്ന അസൗകര്യം പരിഗണിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ അന്ന് എടുത്തത്. അപ്പോൾ അതിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രാഥമികമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്നൊരു അവകാശമുണ്ട്. അപ്പോൾ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾക്കും സിവിൽ നിയമങ്ങൾക്കും മത നിയമങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത്. ആ ഭരണഘടന എനിക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശം എന്ന് പറയുന്നത് എൻ്റെ ആരാധനാ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യത്തിലെ ഒരു ഉത്തരവിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണേണ്ടത്. ആ സത്യപ്രതിജ്ഞാ ദിവസം ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല പങ്കെടുക്കുന്നത്. ആ സ്ഥാനാർത്ഥിയുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കും, സുഹൃത്തുക്കൾ പങ്കെടുക്കും, ബന്ധുക്കൾ പങ്കെടുക്കും. അങ്ങനെ വലിയ ഒരു ഗ്രൂപ്പ് അത് ആരാധനയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കേരളത്തിലെ ആകെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലും ജയിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 10,000-കണക്കിന് ആളുകളുടെ ആരാധന ഒരു ഉത്തരവിലൂടെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിനെതിരെ ആളുകൾ ശബ്ദമുയർത്തേണ്ട ആവശ്യമായിരുന്നു. ആളുകളത് അന്ന് പങ്കെടുക്കുകയില്ല എന്ന് പറയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ ആളുകൾ ഇത് പങ്കെടുത്തില്ല. എന്താണെങ്കിലും ഞാൻ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചതിന് വിവിധ തരത്തിലാണ് അതിനെ പ്രതികരിച്ചത്. ചില ആളുകൾ അനുകൂലമായിട്ട് പ്രതികരിച്ചു. എന്നാൽ വളരെയധികം ആളുകൾ വളരെ മോശമായിരിക്കുന്ന ഭാഷയിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നെ സംബന്ധിച്ച് എന്നെ അനുകൂലിക്കുന്ന ആളുകൾ എത്ര, അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന ആളുകൾ എത്ര എന്നുള്ള ശതമാനം നോക്കി നിലപാട് സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല. അവിടെ എനിക്കൊരു നിലപാടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം അത് കാത്തു സൂക്ഷിക്കുക, അത് സംരക്ഷിക്കുക, അത് പിന്തുടരുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാനൊരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന അത് പാലിക്കാണ്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് അന്ന് പോകാതിരുന്നത്. അപ്പോൾ അതിന് ആളുകളുടെ പ്രതിഷേധം എനിക്ക് പ്രശ്നമില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തെ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ എനിക്കുള്ള അവകാശം പോലെ തന്നെ എൻ്റെ അഭിപ്രായത്തെ എതിർക്കാനും സ്വീകരിക്കാനുള്ള അവകാശം പൊതുസമൂഹത്തിൻ്റെ ആ നിലയിൽ അനുകൂലിച്ച ആളുകൾ കുറച്ച് ആളുകളുണ്ട്. പക്ഷേ പ്രതികൂലിച്ച ആളുകൾ അവരുടേതായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ അറിവിൻ്റെയും ഒക്കെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മോശമായിട്ടും ഒക്കെ ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു. പക്ഷെ അതിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അപ്പം ഞാൻ ഉയർത്തിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് പരിപാവനമായിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ വേണം ക്രൈസ്തവ വിശ്വാസികൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടത്. ആ നിലയിൽ ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിരിക്കുന്ന ആ ദൈവികമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട
ഒരു പ്രധാനപ്പെട്ട ദിവസം എന്ന നിലയിൽ ആ ദിവസം ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നതിൽ യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവായി നിന്നത്. സത്യപ്രതിജ്ഞയുടെ ഒരു നിയമം എന്ന് പറയുന്നത് ഇലക്ഷന് ശേഷം വരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ ആളുടെ മുമ്പിൽ വേണം സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട്. എന്നാൽ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് 1 മാസത്തിനുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശം, നിയമപരമായിരിക്കുന്ന അവകാശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 31-ാം തീയതി ആണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് ഞായറാഴ്ച ആയിരുന്നു, ഞാൻ പോകുമായിരുന്നില്ല. ഞായറാഴ്ച അല്ലാത്ത മറ്റൊരു ദിവസം എനിക്കൂടെ സൗകര്യപ്രദമായിരിക്കുന്ന ഒരു ദിവസം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിസംബർ 31-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് ജനപ്രതിയായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ ഇപ്പം 31-ാം തീയതി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലാത്ത കാര്യങ്ങൾ പരിശോധിച്ചാലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് നാട്ടിൽ ആഘോഷങ്ങൾ, അത്തരം കാര്യങ്ങൾ, ഫെസ്റ്റിവലിനെ അവർ പരിശോധിക്കാറുണ്ട്. ആ ഫെസ്റ്റിവലൊക്കെ ഒഴിവാക്കിയിട്ട് മതപരമായിരിക്കുന്ന ചടങ്ങുകളുടേതായിരിക്കുന്ന ദിവസങ്ങൾ ഒഴിവാക്കിയാണ് സാധാരണ ഇലക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ അത് ആ ഏജൻസിയുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഏജൻസി ഈ പ്രാവശ്യം വളരെ പർപ്പസ്ഫുള്ളിയാണ് ഞായറാഴ്ച തിരഞ്ഞെടുത്തതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞായറാഴ്ച ആ ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾ പറയേണ്ടതാണ്. അതിനകത്ത് ജാതി മതമൊന്നുമല്ല. ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം അത് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണെന്നും ആ ദിവസം പങ്കെടുക്കാൻ ഞാൻ സാധ്യമല്ല എന്നും ആളുകൾ, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത് ആളുകൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്തില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനി മുന്നോട്ടാണെങ്കിൽ പോലും നമുക്ക് ആ കാര്യങ്ങൾ പറയേണ്ടതാണ്. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് മാറും, ഒഴിവാകും. അതുകൊണ്ട് ഞായറാഴ്ചതായിരിക്കുന്ന ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വിശ്വാസ പ്രമാണം പിൻപറ്റുന്ന ആളുകൾ മുന്നോട്ടുള്ള കാര്യത്തിൽ ആ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് ഓർപ്പിക്കാറുള്ളത്.